അങ്ങനെ നമദ് മഹീന്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. വീഡിയോ കണ്ടപ്പോൾ സത്യം പറഞ്ഞ പൊന്നു മോനെ എനിക്ക് അങ്ങോട്ട് കണ്ടിട്ട് ക്വാരി തരിച്ചു പോയി എന്നുള്ളതാ. കാരണം വെച്ചാൽ നമ്മളെ കൊതം ചേച്ചിയില്ലേ, റീന ചേച്ചി ഒരു വെല്ലുവിളി വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാൽ മഹീനെ മോന്തടിച്ച് തിരിക്കുന്ന പറഞ്ഞത്. അത് കൂടാതെ ഉമ്മാക്കൊക്കെ നല്ല തെറി വിളിച്ചിട്ടുണ്ടല്ലേ. ഈ തെറിയൊക്കെ വിളിച്ചതിനുള്ള മറുപടിയുടെ ഒരു ചെറിയ ക്ലിപ്പാണെന്ന് കണ്ടോ. ഞാനിപ്പോ നമ്മുടെ വെസ്റ്റേൺ മാളിന് മുന്നിൽ ജെറുസലേമിൽ നിൽക്കുവാണ്. ഒരു മലയാളി ചേച്ചി ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന ചേച്ചി പറഞ്ഞിരുന്നു മാഹീനെ കണ്ട കർണത്തടിക്കണോന്ന് പറഞ്ഞിരുന്നു. ചേച്ചി ഞാൻ കുറെ നേരമായിട്ട് 2-3 മണിക്കൂറായിട്ട് ഞാൻ വെസ്റ്റേൺ മാളിൽ നിന്ന് കറങ്ങുവാണ്. ചേച്ചി ഉണ്ടെങ്കിൽ പെട്ടെന്ന് വരൂ, ഞാൻ ഇനിയും ഒരു 2-3 മണിക്കൂർ കൂടെ നിൽക്കാൻ തയ്യാറാണ്. എന്റെ 2 കരണവും ഞാൻ തരാം. കരണം ചേച്ചിക്ക് അടിക്കാൻ വേണ്ടി ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഞാനിവിടെ ജെറുസലേമിൽ തന്നെ ഉണ്ട്. ചേച്ചിയുടെ വീഡിയോ കാണുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഓൾറെഡി ജെറുസലേം വിട്ട് പോയായിരുന്നു. പിന്നീട് വീഡിയോ കണ്ടപ്പോൾ ഞാൻ വീണ്ടും കരണത്തടി വാങ്ങാൻ വേണ്ടി വന്നതാണ്. ഓക്കെ, അപ്പോ അദ്ദേഹം ഒരു ചെറിയൊരു ഇതാണ് ഇട്ടത്. അവിടെ പോയിട്ട് ആകെ 2 വീഡിയോ ചെയ്തിട്ടുള്ള വലിയ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു വീഡിയോയുടെ അടിയിൽ വന്ന കുറച്ച് 100-200 കമന്റ് ഉള്ളൂ. നട്ടെല്ലുള്ളവൻ എന്ന് പറഞ്ഞിട്ട് ഒരു കമന്റ് കണ്ടു. എന്റെ പൊന്നു മക്കളെ, ഇതാണ് തന്റെ ഇടം, ഇതാണ് ആൺകുട്ടി. ഞാൻ ഇത്ര ദിവസം മഹീൻ എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത് എന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു. ഞാൻ അദ്ദേഹത്തിനെ പരമാവധി സപ്പോർട്ട് ചെയ്തിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമോ അദ്ദേഹത്തിന്റെ മതമോ അദ്ദേഹത്തിന്റെ ജാതി ഒന്നും ഇവിടെ ഒരു വിഷയമേ അല്ല. ഈ ഒരു വിഷയത്തിൽ ഒരു മലയാളി ആയിട്ടുള്ള ഒരാളെ വളരെ മോശപ്പെട്ട രീതിയിൽ ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ ഇവിടെയുള്ള സംഘിണികളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു ബന്ധമില്ലാത്ത കൊതം റീന ചേച്ചി എന്തിനാണ് ഇതൊക്കെ പറഞ്ഞു എന്നുള്ളതിനുള്ള ഒരു മറുപടി ഇവിടെ കിട്ടിയിരിക്കുകയാണ്. ഓക്കെ, നിന്റെ മുഖം അടിച്ച് പൊട്ടിച്ചതിന് ശേഷം ബാക്കി വരുന്നത് ഞാൻ നോക്കാന്നുള്ളതാണ് ചേച്ചി പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ചേച്ചിയെ, ധൈര്യമുള്ള ആളാണെന്ന് എനിക്കത് വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അവിടെ പോവുകയോ കാണുകയോ എന്താ ചെയ്യ്. അത് കഴിഞ്ഞ് ചേച്ചി ഒരു വീഡിയോ ഇടണം. ചേച്ചിയുടെ വീഡിയോക്കുള്ള കാത്തിരിപ്പിലാണ് ഞങ്ങള്. ആ മോന്ത അടിച്ച് തിരിച്ച് കിടക്കണമെന്നൊന്ന് കാണാൻ വേണ്ടിയിട്ടാ. എന്റെ പൊന്നു ചേച്ചിയെ, വേറൊരു കാര്യം കൂടി പറയാണ്. ദയവ് ചെയ്ത് ഇന്ത്യയിലോട്ട് വരരുത്, പ്ലീസ്. കേരളത്തിലോട്ട് വരരുത്. ഞങ്ങളുടെ രാജ്യത്തിന് അപമാനകരമായിട്ടാണ്. നിങ്ങൾ മലയാളം പോലും സംസാരിക്കല്ലേ ദയവ് ചെയ്തിട്ട്. നിങ്ങളൊരു മലയാളിയാണ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ആളുകൾക്ക് അരോചകമാകുന്നു എന്നുള്ളതാണ്. ഞങ്ങളെ നാണം കെടുത്തുന്ന രീതിയിൽ ഇമ്മാതിരി വൃത്തികേടുകൾ പറയുന്ന എന്റെ കൊതം റീന ചേച്ചിയോട് എനിക്കൊന്നേ പറയാനുള്ളൂ. ദയവ് ചെയ്ത് ആ ചാണകമെല്ലാം മിണുങ്ങി ആ മുട്ടുകുത്തിയുള്ള മറ്റേ പരിപാടിയും ചെയ്ത് ആ കൊതം കൊടുപ്പൊക്കെ കഴിഞ്ഞുകൊണ്ട് അടങ്ങി ഒരുങ്ങി ഒരു മൂലക്ക് ഇരുന്നൂടെ. എന്തിനാണ് അനാവശ്യമായി ഞങ്ങളെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? വേറെ ഒന്നും കൊണ്ടല്ല, ഞങ്ങളുടെ ലാംഗ്വേജ് അത് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ്, ഞങ്ങൾക്ക് വളരെ നാണക്കേടാ. പിന്നെ നിങ്ങളെ കുറിച്ചിട്ട് നിങ്ങളുടെ നാട്ടുകാരായുള്ള പല ആളുകളും എനിക്ക് കുറെ മെസ്സേജുകളും കാര്യങ്ങളൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. അതൊക്കെ ഒരു പക്ഷേ ഈ ഒരു സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ ഇട്ട് കഴിഞ്ഞാൽ വളരെ വളരെ മോശമായി പോകും ചേച്ചി. അതുകൊണ്ടാണ് അതൊന്നും ഞാൻ ഇവിടെ ഷെയർ ചെയ്യാത്തത്. ഓക്കെ, അപ്പോൾ മഹീനെ നിങ്ങൾ തെറി വിളിച്ചതിനും വെല്ലുവിളിച്ചതിനുള്ള മറുപടികൾ നിങ്ങൾ നേരിട്ട് കൊടുക്കൂ. അത് കാത്തിരിക്കുന്നു. ചേച്ചി ചെല്ല്. എന്റെ പൊന്നു കൊതച്ചേച്ചിയെ, ഇനി ഞാൻ കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല. വെല്ലുവിളി സ്വീകരിച്ച് ആളവിടെ എത്തിയിട്ടുണ്ട്. നിങ്ങളുടെ ഒരു ലൈവിന് വേണ്ടി കാത്തിരിക്കുന്നു. ആ മോന്ത വീർത്ത ആ ഒരു വീർപ്പോട് കൂടിയിട്ടുള്ള ആ ലൈവ് എപ്പോ വരും എന്നുള്ള കാത്തിരിപ്പിലാണ് ഞങ്ങളെല്ലാവരും. എന്തായാലും മഹീൻ ഇത്ര ദിവസമായിട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്താണ് എന്ന് അദ്ദേഹം പറയാതിരിക്കില്ല, കൃത്യമായി പറയും. പിന്നെ അദ്ദേഹം ഓരോ രാജ്യത്ത് പോകുമ്പോൾ അദ്ദേഹത്തിന് ഉണ്ടാവുന്ന ആ ഒരു കാര്യങ്ങളെ അയാൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അദ്ദേഹം കാണുന്ന കാര്യങ്ങൾ നമുക്ക് കാണിച്ചു തരാനും പറ്റുള്ളൂ. അപ്പൊ ആ ഒരു കാര്യത്തിന് ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് വളച്ചൊടിക്കേണ്ട കാര്യമില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളെയും വേറെ രീതിയിലേക്ക് വളച്ചൊടിക്കുന്ന ഒരു കൂട്ടം ആളുകളെയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എന്തായാലും അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണ ഞാൻ നൽകുന്നു. അദ്ദേഹത്തിന്റെ ട്രാവൽ ലോഗൊക്കെ ഞാൻ കണ്ടതാണ്. ഇതിൽ എന്താണ് മതപരമായിട്ടുള്ള കാര്യം എനിക്ക് അറിയില്ല, ഞാൻ ഒന്നും കണ്ടിട്ടില്ല. അദ്ദേഹത്തിനുണ്ടായ അനുഭവമല്ലേ അദ്ദേഹം തരുന്നത്, എനിക്കുണ്ടാവുന്ന അനുഭവമല്ലേ എനിക്ക് തരാൻ കഴിയുള്ളൂ. അപ്പൊ കൊതം റീന ചേച്ചിയെ, എന്തായാലും വീഡിയോ വാ, ഞങ്ങൾ കാത്തിരിക്കുകയാണ്. നമ്മുടെ ചാനൽ ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ, ബെല്ലൈക്കൻ എനേബിൾ ചെയ്തോളൂ. വീണ്ടും പുതിയ വാർത്താവിശേഷങ്ങളുമായി ഞാൻ വരും. അതുവരെ സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.